ജനാധിപത്യം കശാപ്പ് ചെയ്യുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കൌണ്ടുകൾ മരവിപ്പിക്കാനുള്ള IT ഡിപ്പാർട്ട്മെന്റ് തീരുമാനം. നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും കോൺഗ്രസ് പാർട്ടിയെ എത്രമാത്രം ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ സംഭവങ്ങൾ. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ അക്കൌണ്ടല്ല ഫ്രീസ് ചെയ്തിരിക്കുന്നത്, ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ഫ്രീസ് ചെയ്യുന്ന ഒരു നടപടിയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയിട്ടുള്ള കാരണങ്ങൾ അവതരിപ്പിച്ചു. അതായത് 2 ആഴ്ച ഇൻകം ടാക്സ് റിട്ടേൺ വൈകി 18-19 കാലത്തെ, പിന്നെ 13.5 ലക്ഷം രൂപയുടെ അക്കൌണ്ടുകൾ നേരിട്ട് ക്യാഷായി നൽകി. 199 കോടി ചെലവഴിക്കുമ്പോൾ 13.5 ലക്ഷം രൂപ നേരിട്ട് ക്യാഷായി നൽകി. ഈ 2 കാരണങ്ങൾ പറഞ്ഞിട്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ അക്കൌണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പേ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പേ മരവിപ്പിക്കുന്നത്. ഇത് കേൾവി പോലുമില്ലാത്ത കാര്യമാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൌണ്ടുകൾ മുഴുവൻ മരവിപ്പിക്കുക. ഞങ്ങളുടെ അക്കൌണ്ടിൽ കള്ളപ്പണമില്ല. ഇന്നലത്തെ സുപ്രീം കോടതി വിധിന്യായം വളരെ ക്ലിയറാണ്. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയതെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ പണം ലഭിച്ചത് 6000 കോടി രൂപയുടെ പണം ലഭിച്ചിരിക്കുന്നത് BJPക്കാണ്. അവർ ആ അക്കൌണ്ടുകൾ പുറത്തുവിട്ടത്. അപ്പോൾ ഇന്ത്യയിൽ ഭൂകമ്പം ഉണ്ടാകാൻ പോവാണ്. 6000 കോടി രൂപ BJP കൊടുത്ത് ബോണ്ടിലൂടെ കൊടുത്തത് ആരൊക്കെയാണെന്ന് വരട്ടെ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയായിരിക്കും അത്, സംശയമില്ല. ഞങ്ങളുടെ പണം അങ്ങനെയുള്ള പണമല്ല. ഞങ്ങളുടെ പണം യൂത്ത് കോൺഗ്രസിന്റെ 60 കോടിയുടെ അക്കൌണ്ട് എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് പണമാണ്. പാവപ്പെട്ട ഓരോ ചെറുപ്പക്കാരനും കൊടുത്ത മെമ്പർഷിപ്പിന്റെ പണമാണ്. AICയുടെ പണവും ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൌഡ് ഫണ്ട്, ഡൊണേറ്റ് ഫോർ ന്യായ്, ഡൊണേറ്റ് ഫോർ ദേശ് എന്ന് തുടങ്ങിയ ക്രൌഡ് ഫണ്ടിന്റെ ഭാഗമായി ഞങ്ങൾ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന പണമാണ് അത്. പാവപ്പെട്ടവന്റെ, സാധാരണക്കാരന്റെ പണം. ഇതൊരു പ്രതിപക്ഷ പാർട്ടിയുടെ പണം. ആ പണം പോലും ഉപയോഗിക്കാൻ വിടാതെ മരവിപ്പിക്കണമെന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ മോഡി ഗവൺമെന്റ്, ഇൻകം ടാക്സും EDയും മോഡി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ഡിപ്പാർട്ട്മെന്റുകളാക്കി അധപ്പതിച്ചിരിക്കുകയാണ്. BJP അല്ല ഇപ്പം മത്സരിക്കുന്നത് EDയും ITയുമാണ്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ പതറാൻ പോകുന്നില്ല. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോൽപ്പിക്കാൻ കഴിയില്ല മിസ്റ്റർ മോഡി. ഞങ്ങൾ അതിജീവിക്കും. ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും. ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നിങ്ങൾ എത്രമാത്രം കോൺഗ്രസിനെ ഭയപ്പെടുന്നുണ്ടെന്നതിന് വ്യക്തമാണ്. ഇത്തരം ഹീനമായിട്ടുള്ള നെറികെട്ട, രാജ്യത്തെ ഒരു പാർട്ടിയും ഗവൺമെന്റും ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കണം. നിങ്ങൾ എന്തായാലും രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെതിരെ നാളെ പ്രതിഷേധിക്കും. ഇൻകം ടാക്സ് ഓഫീസുകളിൽ മുന്നിൽ ജാഥ നടത്തും. ഇത് തന്നിത്വമാണ്, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നടപടിയാണ്. ഇതിൽ സംശയമില്ല. ഞങ്ങൾ ഇതിനെല്ലാം അതിജീവിച്ച് ശക്തമായി മുന്നോട്ട് പോകും. മോഡി ഇതിനെല്ലാം അവസാനം കണക്ക് തീർത്ത് സമാധാനം പറയേണ്ടി വരും.